മരണാനന്തരമുള്ള സോഷ്യൽ മീഡിയ ക്രൂരതകൾ. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഒരു മരണ വീട്ടിലെ മര്യാദകളെക്കുറിച്ചാണ്. മലയാളിയുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ വിടവാങ്ങിയപ്പോൾ ആ വീട്ടിൽ കണ്ട കാഴ്ചകൾ നമ്മെ ലജ്ജിപ്പിക്കേണ്ടതാണ്. മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയ വ്ളോഗർമാരുടെയും അതിപ്രസരം മൂലം സ്വസ്ഥമായി ഒന്ന് കരയാനോ ഒരു ദീർഘനിശ്വാസം എടുക്കുവാനോ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് സെലിബ്രിറ്റികൾ. കഴിഞ്ഞ ദിവസം സുപ്രിയ പൃഥ്വിരാജ് ഈ വിഷയത്തിൽ രൂക്ഷമായി പ്രതികരിക്കുകയുണ്ടായി. ക്യാമറയും തൂക്കി ഒരാളുടെ സ്വകാര്യ ദുഃഖത്തിലേക്ക് ഇടിച്ചു കയറുന്ന ഈ പ്രവണത എത്രത്തോളം മ്ലേച്ഛമാണ്. പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ട വേദനയിൽ ഇരിക്കുന്നവരുടെ മുഖത്തേക്ക് മൈക്കും ക്യാമറയും തള്ളിവിടുമ്പോൾ നമ്മൾ മറന്നു പോകുന്നത് മനുഷ്യത്വമെന്ന വാക്കാണ്. ഒരു റീൽസിനും കുറച്ച് വ്യൂസിനും വേണ്ടി ഒരാളുടെ കണ്ണുനീരിന് വിൽക്കുന്ന ഈ കാലം ശരിക്കും പേടിപ്പെടുത്തുന്നതാണ്. ഈ കടന്നുകയറ്റത്തിന്റെ ഏറ്റവും പുതിയ ഒരു ഇരയാണ് ധ്യാൻ ശ്രീനിവാസൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിക്കുവാൻ എത്തിയപ്പോൾ ധ്യാൻ എഴുന്നേറ്റ് നിന്നില്ല എന്നതായിരുന്നു വലിയ ഒരു വിഭാഗത്തിന്റെ പരാതി. ഒരു മകൻ തന്റെ അച്ഛന്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ തകർന്നിരിക്കുമ്പോൾ അയാൾ എഴുന്നേറ്റ് നിന്നോ സല്യൂട്ട് അടിച്ചോ എന്നൊക്കെ നോക്കി നടക്കുന്നത് എന്ത് തരം മാനസികാവസ്ഥയാണ്. മുഖ്യമന്ത്രിക്ക് ആ അവസ്ഥ മനസ്സിലായിരുന്നു. ഇരിക്കൂ, എഴുന്നേൽക്കണ്ട എന്ന് അദ്ദേഹം സ്നേഹപൂർവ്വം പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ധ്യാൻ എന്ന മകന്റെ വേദന അറിയാമായിരുന്നു. വീട്ടുകാർക്കോ മുഖ്യമന്ത്രിക്കോ ഇല്ലാത്ത കുഴപ്പമാണ് ഈ മൊബൈൽ ക്യാമറയുമായി നടക്കുന്ന സോഷ്യൽ ഓഡിറ്റർമാർക്ക്. സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ട മകന് ലഭിക്കേണ്ട ആശ്വാസത്തിന് പകരം അയാളുടെ ഓരോ ചലനത്തെയും വിചാരണ ചെയ്യുന്നത് എത്രമാത്രം ക്രൂരതയാണ്. ശ്രീനിവാസൻ എന്ന നടനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അദ്ദേഹം അനശ്വരമാക്കിയ 100 കണക്കിന് കഥാപാത്രങ്ങളാണ്. ആ കരിയറിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മാത്രം മതി മലയാള സിനിമയ്ക്ക് അദ്ദേഹം ആരായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ. കളിക്കളത്തിലെ പാവത്താൻ ജമാല്, തേന്മാവിൽ കൊമ്പത്തിലെ അപ്പക്കാള, പാവം പാവം രാജ്കുമാരിലെ നിഷ്കളങ്കനായ ഗോപി, വടക്കുനോക്കി യന്ത്രത്തിലെ സംശയരോഗി, തളത്തിലെ ദിനേശൻ, ചന്ദ്രലേഖയിലെ ആത്മാർത്ഥ സുഹൃത്ത് 100, സൂപ്പർ സ്റ്റാർ സരോജ് കുമാറും തട്ടാൻ ഭാസ്കരനും ദാസനും വിജയനും അമേരിക്കൻ മലയാളി M.A. ധവാനും, അങ്ങനെ മലയാളിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയ എത്രയെത്ര കഥാപാത്രങ്ങൾ, എത്ര മുഖങ്ങൾ. എഴുത്തിലും സംവിധാനത്തിലും മാത്രമല്ല, ഒരു നടനെന്ന നിലയിൽ അദ്ദേഹം കീഴടക്കിയ കൊടുമുടികൾ അപാരമാണ്. ആദർശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരാളായിരുന്നു ശ്രീനിവാസൻ. പക്ഷേ പുകവലി എന്ന ദുശീലം അദ്ദേഹത്തെ തളർത്തി. ജോയ് മാത്യു ഓർക്കുന്നത് പോലെ സംഘഗാനം എന്ന സിനിമയുടെ കാലം മുതൽ ദിനേശ് വീഡിയായിരുന്നു അദ്ദേഹത്തിന്റെ കൂട്ട്. ആരോടുള്ള വാശി തീർക്കുന്നത് പോലെയാണ് അദ്ദേഹം പുകവലിച്ചു കൂട്ടിയത്. എഴുത്തിന്റെ ടെൻഷനായിരിക്കാം ഇതിലേക്ക് നയിച്ചത്. മകൻ ധ്യാൻ ഒരിക്കൽ പറഞ്ഞതുപോലെ മൈദയ്ക്കും പൊറോട്ടയ്ക്കുമെതിരെ സംസാരിക്കുമ്പോഴും സിഗരറ്റിന് മാത്രം അദ്ദേഹം എതിരായിരുന്നില്ല. ആ ശീലം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ തകർത്തു. കഴിയുമെങ്കിൽ പുക വലിക്കാതിരിക്കുക എന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. ശ്രീനിവാസൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം കേവലം പാർട്ടിക്കൊടിക്ക് സല്യൂട്ട് അടിക്കുന്നതല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനുണ്ടാകും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷവും. സ്വയം പരിഹസിക്കാനുള്ള ആ വലിയ മനസ്സായിരുന്നു അദ്ദേഹത്തിന്റെ കരുത്ത്. കുഞ്ചൻ നമ്പ്യാരിൽ തുടങ്ങി VKN പടർന്ന് ആ ആക്ഷേപഹാസ്യ പാരമ്പര്യം ശ്രീനിവാസനിൽ എത്തി നിൽക്കുന്നു. ഇന്ന് ആ വലിയ തണൽ മലയാള സിനിമയ്ക്ക് നഷ്ടമായിരിക്കുന്നു. ആ വിയോഗത്തിന്റെ വേദനയിലിരിക്കുന്ന കുടുംബത്തിന് ചുറ്റും ക്യാമറയുമായി വളയുന്നവർ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ പകർത്തുന്നത് ഒരാളുടെ മരണം മാത്രമല്ല, ഒരു മകന്റെ നെഞ്ചുപൊട്ടുന്ന വേദന കൂടിയാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കുക എന്നതാണ് ഏതൊരു രാഷ്ട്രീയത്തെക്കാളും വലുത്. ശ്രീനി, അങ്ങ് നൽകിയ ചിരിയും ചിന്തയും എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. നന്ദി.